ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1189 സ്പോയിലേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. നമ്മുടെ ജനങ്ങളുടെ ഓരോ അവകാശം ലംഘിക്കപ്പെടുമ്പോൾ അവരിപ്പോൾ നടത്തുന്ന പല പ്രൊട്ടസ്റ്റുകളിലും നമ്മൾ കാണാറുള്ള ഒരു ചിഹ്നമാണ് സ്ട്രോ ഹാറ്റ്സിൻ്റെ ജോളി റോജർ. അത് വീണ്ടും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ജന്തർ മന്ദറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റിൽ. സോനം വാങ്ചുക്ക് അവിടെ നിരാഹാര സമരം നടത്തുന്നത്, അവിടെ പോലീസിന്റെ അടിയും തൊഴിയും എല്ലാം കൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ അണിനിരന്ന് നിൽക്കുന്നത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ, കലർപ്പില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ബോളിവുഡിൽ വിമലിന്റെയും പാൻപരാഗിന്റെയും ഒക്കെ പരസ്യത്തിൽ അഭിനയിക്കാൻ നല്ല ശുഷ്കാന്തിയുള്ള സിനിമാ നടന്മാർക്കൊന്നും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ സമയമില്ല. സോനം വാങ്ചുക്ക് ഇന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ 3 Idiots എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിച്ച അമീർ ഖാൻ ഇപ്പോൾ പറയുന്നത് അങ്ങേർക്ക് സോനം വാങ്ചുക്കിനെ പറ്റി അറിയ പോലും ഇല്ലായിരുന്നു എന്നാണ്. സോ ഇതുകൊണ്ടൊക്കെയാണ് ഗവൺമെന്റിനെ ഭയന്ന് അവർ ചെയ്യുന്ന ഓരോ തെറ്റും തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതെ നിൽക്കുന്ന ഈ സെലിബ്രിറ്റീസിന്റെ ഐതിഹാസിക കഥാപാത്രങ്ങളുടെ പോസ്റ്റേഴ്സിന് പകരം സ്ട്രോ ഹാറ്റ്സിന്റെ ജോളി റോജർ കൊണ്ട് വിദ്യാർത്ഥികൾ നിരത്തിലിറങ്ങിയത്. കാര്യം അത് നൽകുന്ന പ്രതീക്ഷയുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. കൺമുന്നിൽ കാണുന്ന തെറ്റിനെ തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ ധൈര്യം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ നടന്നു നീങ്ങുന്നത് അടിമത്തത്തിലേക്കാണെന്നുള്ള മെസ്സേജ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി സ്പോയിലറിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കിങ് ഓഫ് ദ വേൾഡ് എന്നാണ്. കവർ പേജിലെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമി, ലൂഫിയെ, സാഞ്ചിയെ, സോറോയും വഴക്ക് പറയാണ്. ഇപ്പോൾ ഇവർ 3 പേരും കുരങ്ങന്മാരായിട്ട് മാറിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇമു ലൂഫിയെ ഒരു വമ്പൻ അറ്റാക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടത്. ഇമു ആണെങ്കിൽ ഇപ്പോൾ സീ ഗോഡ് സോഡെന്നും പറഞ്ഞ് മറ്റൊരു വെപ്പണും കൂടെ എടുത്തിട്ട് അത് വെച്ച് ലൂഫിയെ പിന്നെയും കുത്തുന്നുണ്ട്. എന്നിട്ട് ഈ 2 വാളുകളും വെച്ച് ലൂഫിയെ ഒരു മരത്തിലേക്ക് കുത്തി തറച്ചങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലൂഫിക്ക് എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന് നമ്മുടെ ഉസോപ്പ് സെൻസ് ചെയ്യുന്നുണ്ട്. ഡ്രസ് റോസയിലെ പോലെ ഉസോപ്പിന്റെ ആ ഒബ്സർവേഷൻ ഹാക്കി വീണ്ടും തലപൊക്കിയെന്ന് തോന്നുന്നു. ഉസോപ്പിന് എന്തെങ്കിലും ഒരു അപ്സ്കെയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഗുങ്കോ കിടന്ന ഐസ് കട്ട ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഇപ്പോൾ ഹരാൾഡ് മരിച്ച ദിവസം ഷാങ്സുമായിട്ട് നടന്നൊരു സംഭാഷണം നമ്മുടെ ലോക്കി ഓർത്തെടുക്കുന്നുണ്ട്. ഷാങ്സ് പറഞ്ഞിരുന്നു വേൾഡ് ഗവൺമെന്റ് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ആൻഡ് ആ യുദ്ധത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത്, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് കിങ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ തന്നെ രാജാവിനെയാണ്, അതായത് നെറോണ ഇമു. ഇമു ആണെങ്കിൽ ഇപ്പോൾ സോറോയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോമേഴ്സിന് ഒരു വെപ്പൺ കൊടുക്കുന്നുണ്ട്, അതായത് സോഡ് ഓഫ് ദി റാത്ത് എന്ന് വെച്ചാൽ കോപത്തിന്റെ വാള്. സാഞ്ചിയുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് കില്ലിംഗ്ഹാമിനും കൊടുക്കുന്നുണ്ട് ഇമു ഒരു വെപ്പൺ, അതിന്റെ പേര് സ്പിയർ ഓഫ് ഹോളി കമാൻഡ് എന്നാണ്. അതേപോലെ തന്നെ വേറെ ഒരു ഇൻഫർമേഷനും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇമു ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന വെപ്പൺസ് എല്ലാം 800 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് ഗവൺമെന്റിന് അടിത്തറയിട്ട ആ 19 രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെപ്പൺസ് ആണ്. ഇപ്പോൾ ചാപ്റ്റർ അവസാനിക്കാൻ പോകുമ്പോൾ ഇമു ലൂഫിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അറ്റാക്ക് ചെയ്യുകയാണ്, ഷിങ്ടിയാൻ ആക്സ് വെച്ചിട്ട്, ഒരു മഴു വെച്ചിട്ട്. പക്ഷേ ഇമുവിൻ്റെ അറ്റാക്ക് ഒരാൾ വന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കോപ്പർ ഗബാൻ. ഇപ്പോൾ ലോക്കിയും ലൂഫിയും എല്ലാം വീണടത്ത് ഗബാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ നമുക്കൊരാകാംക്ഷയുണ്ട്. പക്ഷേ അതെന്തായാലും അടുത്ത ആഴ്ച അറിയാൻ പറ്റില്ല, അടുത്ത ആഴ്ച ബ്രേക്കാണ്. അപ്പോൾ ഗൈസ്, ഇതെന്തായാലും കിടിലിനൊരു ചാപ്റ്റർ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായിട്ട് ഈ വെള്ളിയാഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.